എറണാകുളം എളമക്കരയിലാണ് വിദ്യാർത്ഥിനിയെ കാണാതായത്. വടുതലയിൽ 7ാം ക്ലാസ് വിദ്യാർത്ഥിനി തൻവി സുനീഷിനെയാണ് കാണാതായത്. കുടുംബം വൈകുന്നേരത്തോടു കൂടിയാണ് പോലീസിൽ പരാതി നൽകിയത്. എളമക്കര സരസ്വതി വിദ്യാനികേതൻ സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ്. മുഹ്സിന അസു വിശദാംശങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നു. മുഹ്സിന, ഇതിപ്പോൾ മണിക്കൂറുകൾ പിന്നിടുകയാണ്. ഇപ്പോഴും കുട്ടിയെക്കുറിച്ച് സൂചനകളൊന്നും ലഭിക്കാത്തത് സ്വാഭാവികമായും കുടുംബത്തിനത് വലിയ പ്രയാസമുണ്ടാക്കുന്നുണ്ടാകും. പോലീസ് ഇപ്പോൾ കാര്യമായ രീതിയിലുള്ള തെരച്ചിൽ നടത്തുന്നു എന്ന് മനസ്സിലാക്കുന്നു. അപ്പോൾ കുട്ടിയുടെ കാര്യത്തിൽ കുടുംബത്തിന് എന്തെല്ലാം സംശയങ്ങളുണ്ട്, അത്തരം വിവരങ്ങൾ കൂടി നമുക്കിപ്പോൾ പങ്കുവെക്കാൻ കഴിയുമോ? സൈഫുദ്ദീൻ, സാധാരണ രീതിയിൽ കുട്ടി ട്യൂഷൻ പോകാറുണ്ട്, അതുപോലെ തന്നെ സുഹൃത്തുക്കളുടെ വീടുകളിലൊക്കെ തന്നെ പോകാറുണ്ട്. പക്ഷെ ഇന്ന് എവിടെയെങ്കിലും പോകുമോ എന്നതൊന്നും മാതാപിതാക്കളുമായി ഒന്നും അത്തരത്തിലുള്ള സംഭാഷണങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇന്ന സ്ഥലത്ത് ഉണ്ടാകുമെന്ന പ്രതീക്ഷയില്ല. പക്ഷേ സാധാരണ പോകാൻ സാധ്യതയുള്ള ഇടങ്ങളിലൊക്കെ തന്നെ പോലീസ് വലിയ രീതിയിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ മണിക്കൂറുകൾ ഇത്രയും പിന്നിട്ടിട്ടും കുട്ടിയെ കുറിച്ചുള്ള ഒരു തരത്തിലുള്ള വിവരവും ലഭ്യമായിട്ടില്ല എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാണെങ്കിൽ എളമക്കര പോലീസാണ് പ്രാഥമികമായി ഈ കുട്ടിയെ കാണുവാനില്ല എന്ന പരാതിയുമായി ബന്ധപ്പെട്ട അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. പരമാവധി ഇടങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. വാഹന പരിശോധന, അതുപോലെ തന്നെ കുട്ടി എത്താനിടയുള്ള സ്ഥലങ്ങൾ തുടങ്ങിയ പല ഇടങ്ങളിൽ പരിശോധന നടത്തിക്കൊണ്ടിരിക്കുകയാണ്. കുട്ടിയുടെ ഫോട്ടോ വച്ച് തന്നെ പരമാവധി ആളുകളിലേക്ക് എത്തിക്കുക, ആ രീതിയിൽ കുട്ടിയുമായി ബന്ധപ്പെട്ട ഏതെങ്കിലും രീതിയിലുള്ള വിവരം ലഭിക്കുന്ന മുറയ്ക്ക് അത് പോലീസിൽ അറിയിക്കുക എന്നതടക്കമുള്ള യൂണിഫോം ഇട്ട സൈക്കിൾ ചവിട്ടി പോകുന്നതിന്റെ CCTV ദൃശ്യങ്ങൾ ഇപ്പോൾ പോലീസിന് ലഭിച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. സൈക്കിളിൽ തന്നെയാണോ ഈ കുട്ടി എന്നും സ്കൂളിലേക്ക് പോകുന്നത്? അത് സംബന്ധിച്ചുള്ള എന്തെങ്കിലും സൂചനകൾ കൂടി ഇപ്പോൾ കുടുംബം നൽകിയിട്ടുണ്ടോ പോലീസിന്? സൈക്കിളിലാണ് കുട്ടി യാത്ര സ്കൂളിലേക്ക് പോക്കുവരൊക്കെ ഉള്ളത്. ഇന്നും സൈക്കിളിൽ തന്നെയാണ് കുട്ടി സ്കൂളിലേക്ക് പോയത്. ആ സൈക്കിളിൽ തിരികെ വീട്ടിലേക്ക് മടങ്ങുന്നതിന്റെ CCTV ദൃശ്യമാണ് പോലീസിന് ലഭിച്ചിരിക്കുന്നത്. ഏകദേശം 4:30 ശേഷം കുട്ടിയുമായി ബന്ധപ്പെട്ടുള്ള CCTV ദൃശ്യങ്ങളോ ഒന്നും തന്നെ ലഭിച്ചിട്ടില്ല. അതിന് മുൻപ് കുട്ടി ഈ പച്ചാളം ഭാഗത്ത് കൂടെ സഞ്ചരിക്കുന്ന CCTV ദൃശ്യമാണ് പോലീസിന് ലഭ്യമായിരിക്കുന്നത്. ഇതിന്റെ കൂടെ അടിസ്ഥാനത്തിലാണ് വലിയ രീതിയിൽ പോലീസ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. ആ സ്കൂൾ യൂണിഫോമിൽ തന്നെയാണ് കുട്ടി ആ സമയത്ത് ഈ സൈക്കിൾ ചവിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതായത് സ്കൂളിൽ നിന്ന് വീട്ടിലേക്കുള്ള വഴിയാണ് എന്ന് വേണം കരുതാൻ. കാരണം ഈ പച്ചാളം, വടുതല, എളമക്കര ആ രീതിയിൽ തന്നെയാണ് ആ ദിശ ഉള്ളത്. അതുകൊണ്ട് തന്നെ സ്കൂളിൽ നിന്ന് വീട്ടിലേക്ക് എന്ന് തന്നെയാണ് ആ ദൃശ്യങ്ങളിൽ നിന്നും വ്യക്തമാകുന്നത്. പക്ഷേ ഈ പച്ചാളത്ത് നിന്ന് കുട്ടി എങ്ങോട്ട് പോയി എന്നതാണ് ഉയരുന്ന ചോദ്യം. അതുകൊണ്ട് തന്നെ വലിയ രീതിയിൽ മിസ്സിംഗ് കേസുമായി ബന്ധപ്പെട്ട് പോലീസ് വലിയ രീതിയിൽ തന്നെയാണ് അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നത്. കൂടുതൽ പോലീസിൽ നിന്നുള്ള വിവരങ്ങൾ നമുക്ക് ലഭിക്കേണ്ടതുണ്ട്. വളരെ നിർണായകമായ ആ CCTV ദൃശ്യം നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കേണ്ടതുണ്ട്. അല്പസമയത്തിനകം തന്നെ കൂടുതൽ വിശദാംശങ്ങൾ നമുക്ക് പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. സൈഫുദ്ദീൻ, വലിയ ആശങ്ക സ്വാഭാവികമായും ആ കുടുംബത്തിനുണ്ടാകും. വൈകുന്നേരത്തോടെ വീട്ടിൽ തിരിച്ചെത്തേണ്ട കുട്ടിയാണ്. 7ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ്. സൈക്കിളിലാണ് സ്കൂളിലേക്ക് പോകുന്നതും വരുന്നതും. ഇന്നും പതിവ് പോലെ സൈക്കിളിൽ തന്നെ സ്കൂളിലേക്ക് പോയതാണ്, തിരിച്ചെത്തിയിട്ടില്ല. വൈകുന്നേരത്തോടു കൂടിയാണ് രക്ഷിതാക്കൾ പോലീസിൽ പരാതി നൽകിയത്. സ്കൂളിൽ വൈകുന്നേരം തിരിച്ചു വരുന്ന ഒരു CCTV ഇമേജ് ഇപ്പോൾ പോലീസിന് മുന്നിലുണ്ട്. പക്ഷേ അത് ഏത് ഭാഗത്തു നിന്നാണ് അത് കിട്ടിയത്, അതിനെ തുടർന്നുള്ള CCTV വിഷ്വൽസിൽ എവിടെയെങ്കിലും കുട്ടി പതിഞ്ഞിട്ടുണ്ടോ, ഏത് ഭാഗത്തേക്കൊക്കെ പോകാനുള്ള സാധ്യതയുള്ളത്, അതെല്ലാം പോലീസ് ഇതിനകം അന്വേഷിക്കുന്നുണ്ടാവണം. എല്ലാ ഭാഗങ്ങളിലും തെരച്ചിലും നടത്തുന്നുണ്ടാവണം. പക്ഷേ സ്റ്റിൽ സോഫാർ ഇതുവരെ കുട്ടിയെ കിട്ടിയിട്ടില്ല എന്നുള്ളത് അങ്ങേയറ്റം ആശങ്ക ഉയർത്തുന്ന ഒരു സംഗതിയാണ്. ഏറെക്കുറെ മണിക്കൂറുകൾ പിന്നിടുകയാണ്. 7ാം ക്ലാസ് എന്ന് പറയുമ്പോൾ 12 വയസ്സ് മാത്രമുള്ള പെൺകുട്ടിയാണ് എന്നതുകൂടി ആശങ്കയേറ്റുന്ന ഒരു സംഗതിയാണ്. എന്തായാലും ഈ കുട്ടി യൂണിഫോമിലാണ് ഉള്ളത്, സൈക്കിളും കൂടിയാണ്. ആ യൂണിഫോമിൽ എവിടെയെങ്കിലും ഈ കുട്ടിയെ കണ്ടുകിട്ടുന്നവർ വേഗത്തിൽ തൊട്ടടുത്ത പോലീസ് സ്റ്റേഷനിൽ വിവരം അറിയിക്കണമെന്നുള്ള ആവശ്യം കൂടി ഇപ്പോൾ പോലീസ് പൊതുജനങ്ങളോടായി മുന്നോട്ട് വയ്ക്കുന്നുണ്ട്.